സിസ്റ്റർ ഞങ്ങളെ ചുമ്മാതെ തല്ലി. ഞങ്ങളുടെ പുറത്തൊക്കെ ചുമ്മാ തല്ലി. എല്ലാവരെയും അടിച്ചു. നല്ലതായിട്ട് വേദന എടുത്തു. പെട്ടെന്ന് പ്രിൻസിപ്പാൾ കയറി വരികയും ഓരോരുത്തരെയായിട്ട് അടിക്കുകയായിരുന്നു. അത് കയ്യിലല്ല അടിച്ചത്. ആരെ കാണുന്നു അവർക്കിട്ട് പുറത്ത്, കയ്യിൽ, കാലിൽ അങ്ങനെ മാറി മാറി മർദ്ദിക്കുകയായിരുന്നു ചെയ്തത്. പോലീസിൻ്റെ ലാത്തി ചാർജ് പോലാണ്, നമുക്ക് അങ്ങനെ തന്നെ പറയാം അതിനെ. കുട്ടികൾക്കൊക്കെ നീരും വേദനയും ബുദ്ധിമുട്ട് പറഞ്ഞതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എല്ലാവരും പേടിച്ചിട്ടാണ് പറയാത്തത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സ്കൂളിലെ പ്രധാന അധ്യാപിക മർദ്ദിച്ചതായി പരാതി. പത്തനംതിട്ട മല്ലപ്പള്ളി ആനിക്കാട് പ്രവർത്തിക്കുന്ന സോഫിയ ഇന്റർനാഷണൽ അക്കാദമിയിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. സ്കൂളിലെ പ്രധാന അധ്യാപിക ക്ലാസ്സിൽ കയറി അകാരണമായി കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ആക്ഷേപം. പുറത്തും തോളിനുമടക്കം ചൂരലിനടിയേറ്റ് പരിക്കുപറ്റിയ 3 കുട്ടികൾ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അധ്യാപികയ്ക്കെതിരെ കീഴ്വായ്പൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ ആരോപണ വിധേയയായ അധ്യാപികയുടെ വിശദീകരണം തേടി ഫോക്കസ് TV സ്കൂൾ മാനേജ്മെന്റിനെ ബന്ധപ്പെട്ടപ്പോൾ പ്രധാന അധ്യാപിക സ്ഥലത്തില്ല എന്നൊരു മറുപടിയാണ് ലഭിച്ചത്. കുട്ടികൾക്ക് നേരെയുള്ള ഇത്തരം അതിക്രമങ്ങൾ അനുവദിക്കില്ല എന്നും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നും SFI നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ചൈൽഡ് ലൈൻ അടക്കം പരാതി നൽകിക്കൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകാനാണ് മാതാപിതാക്കളുടെ തീരുമാനം. ഫുൾ ബുക്ക് ഞങ്ങൾ എടുത്തു വെച്ചതിന് സിസ്റ്റർ ഞങ്ങളെ ചുമ്മാതെ തല്ലി. ഞങ്ങളുടെ പുറത്തൊക്കെ ചുമ്മാ തല്ലി. എല്ലാവരെയും അടിച്ചു. നല്ലതായിട്ട് വേദന എടുത്തു. എൻ്റെ മകൻ സോഫിയ ഇൻ്റർനാഷണൽ അക്കാഡമി നൂറാമാവിലെ 5ാം ക്ലാസ് സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞ ദിവസം അവിടുന്ന് കുട്ടി ക്രൂരമായി മർദ്ദനത്തിനിരയാകേണ്ടി വന്നു. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ മാഡമാണ് മർദ്ദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. ഞങ്ങൾ കുട്ടിയുടെ അടികൊണ്ട ഭാഗം ചെക്ക് ചെയ്തപ്പോൾ അവിടെ വളരെ ആഴത്തിലുള്ള ഒരു അടിയുടെ പാടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അത് കുട്ടിക്ക് വേദനയും പെടലിക്ക് ചെറിയ വേദനയും ഉള്ളതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ നിർദ്ദേശിച്ചു ഇത് നമ്മൾ തീർച്ചയായിട്ടും പോലീസിൽ അറിയിക്കണമെന്ന്. അങ്ങനെ അതിൻ്റെ പ്രകാരം ഞങ്ങൾ നിയമ നടപടിക്ക് നീങ്ങിയിരിക്കുകയാണ്. എന്തിനു മർദ്ദിച്ചു എന്നാണ് കുട്ടികൾ പറയുന്നത്? അത് അവർ പറയുന്നത് അവർ ഓരോ പീരീഡ് കഴിയുമ്പോഴും ബുക്ക് അടുക്കി വെക്കണമെന്ന് പറയുന്നു. പക്ഷേ ഇത് 5ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അവരാരും തന്നെ ആ ബുക്ക് അടുക്കി വെച്ചില്ല. പെട്ടെന്ന് പ്രിൻസിപ്പാൾ കയറി വരികയും ഓരോരുത്തരെയായിട്ട് അടിക്കുകയായിരുന്നു. അത് കയ്യിലല്ല അടിച്ചത്. ആരെ കാണുന്നു അവർക്കിട്ട് പുറത്ത്, കയ്യിൽ, കാലിൽ അങ്ങനെ മാറി മാറി മർദ്ദിക്കുകയായിരുന്നു ചെയ്തത്. പോലീസിൻ്റെ ലാത്തി ചാർജ് പോലാണ്, നമുക്ക് അങ്ങനെ തന്നെ പറയാം അതിനെ. ഈ കുട്ടികളുടെ പുറത്തൊക്കെ അടിയേറ്റേക്കുന്നത്? അതെ, എൻ്റെ കുട്ടിയുടെ പുറത്താണ്. പിന്നെ വേറൊരു കുട്ടിയുടെ കയ്യിൽ അടിയേറ്റിട്ടുണ്ട്, വേറൊരു കുട്ടിയുടെ ഉരത്തിന് അടിയേറ്റിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ സുഹൃത്തുക്കൾ പലരും ഇങ്ങനെ എന്നോട് പറഞ്ഞു അവർക്കുടെ കുട്ടികൾക്കൊക്കെ മർദ്ദനം ഏറ്റിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതെ, മിക്ക കുട്ടികൾക്കും അടിയേറ്റു. പക്ഷേ അത് എല്ലാവരും ഒന്നും അത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും കുട്ടിക്ക് നല്ല പരിക്കേറ്റിരുന്നത് കൊണ്ടും നമ്മളത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് നിയമപരമായിട്ട് നീങ്ങുകയാണ്. കുട്ടികളെ തെറ്റ് കാണിക്കുന്നതിന് അധ്യാപകർക്ക് ശിക്ഷിക്കാം. അവരെ നേർവഴിക്ക് നടക്കാൻ ചെറിയ ചെറിയ ശിക്ഷാ രീതികളിൽ ഞങ്ങൾക്ക് അത് എതിർപ്പില്ല. അത് കയ്യിലടിക്കാം, അല്ലെങ്കിൽ ചെറിയ പിച്ചാം, അതൊന്നും പ്രശ്നമില്ല. അതൊന്നും നമുക്ക് ചോദ്യം ചെയ്യില്ല. ഇത് ക്രൂരമായിട്ട് അതിൻ്റെ പുറത്ത് അടിക്കുകയായിരുന്നു. പുറത്തടിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്പ് കൊണ്ടാണ് അടിച്ചതെന്നാണ് ആ കുട്ടിയും ആ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികളോട് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. നമുക്കത് വളരെയേറെ വിഷമമുണ്ടാക്കിയ ഒരു സംഭവമാണ്. രാവിലെ 11 മണിക്ക് അടിയേറ്റത്. ഞങ്ങളിത് കാണുന്ന വൈകുന്നേരം 4 മണിക്ക്. ഞങ്ങളെല്ലാം ജോലിയിലൊക്കെ പോയിക്കുമായിരുന്നു. പക്ഷേ 4 മണിക്ക് ഇവൻ ട്യൂഷൻ സെൻറ്ററിൽ ചെന്നപ്പോൾ അവിടുത്തെ സാറാണ് ഇത് ശ്രദ്ധിച്ചതും ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കുന്നതും. അത്രയും വലിയ പാടുണ്ടായിരുന്നു. അന്നേരം അതിനും വലിയ പാടുണ്ടായിരുന്നായിരിക്കണം. കാരണം ആ സമയത്തെ പാട് 4 മണിക്കെടുത്ത പാടാണ്. രാവിലെ 10:11 ആയപ്പോൾ അങ്ങോട്ട് അടി കിട്ടിയതാണ്. നിങ്ങൾ ഈ പരാതി കൊടുത്തതിന് ശേഷം ഈ സ്കൂളിൽ നിന്ന് ബന്ധപ്പെട്ടിരുന്നോ? പരാതി കൊടുത്തിരുന്നതിന് ശേഷം സ്കൂളിൽ നിന്ന് പലതവണ കോള് വന്നു. പക്ഷേ ഞാൻ എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നേരം അത് അവരോട് പ്രതികരിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഇന്നലെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം. പിന്നെ ഞാൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് സിസ്റ്റർ ബ്രിജറ്റ് ഒരു വോയിസ് അയച്ചിരുന്നു. എക്സ്ട്രീംലി സോറി, എനിക്ക് കയ്യബദ്ധം പറ്റിയെന്നും പറഞ്ഞൊരു വോയിസ് എനിക്ക് അയച്ചിരുന്നു. അതെ, നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. കാരണം അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് പറ്റിയതുപോലെ അവിടെ ഒരു കുട്ടിക്കും പറ്റാൻ പാടില്ല.
മാത്രമല്ല പേരൻസിന് അനായാസം അവിടുത്തെ ടീച്ചേഴ്സുമായിട്ട് മിങ്കിൾ ചെയ്യാനോ ഫോൺ വിളിക്കാനോ ഒന്നുമുള്ള സ്വാതന്ത്ര്യമില്ല. അതൊക്കെ ഒഴിവായി കിട്ടണം. നമുക്ക് അവിടെ ആ സ്കൂളിലെ ഒരു പേരൻസ് ടീച്ചേഴ്സ് ഒരു സൗഹൃദമായിട്ട് പോകുന്നൊരു അന്തരീക്ഷം ഉണ്ടാകണം അവിടെ. ഇന്നലെ സ്കൂളിൽ വന്നപ്പോഴത്തേക്കിനും മോൻ്റെ പുറത്ത് ഇതുകൂട്ട് അടിച്ച പാടുണ്ടായിരുന്നു. ഞങ്ങളത് ചോദിച്ചപ്പോൾ സ്കൂളിൽ പ്രിൻസിപ്പൽ തല്ലിയെന്നാണ് പറഞ്ഞത്. ക്ലാസ്സിൽ ഫുള്ള് എല്ലാ കുട്ടികളെയും തല്ലിയെന്ന് പറയുന്നുണ്ട്. മോൻ്റെ പുറത്ത് അടിച്ചിട്ട് നന്നായിട്ട് കല്ലിച്ച് വന്നതൊക്കെയാണ്. ചോദിച്ചപ്പോൾ റീസണൊന്നും പ്രത്യേകിച്ചായിട്ട് പറയുന്നില്ല. കാരണം ക്ലാസ്സിൽ ബുക്ക് എടുത്ത് വയ്ക്കാൻ പറഞ്ഞപ്പോഴത്തേക്കിനും എക്സ്ട്രാ ബുക്കുകളും കൂടി എടുത്ത് വെച്ചു എന്നുള്ളതാണ് റീസൺ പറയുന്നത്. മുമ്പും ക്ലാസ്സിൽ ടീച്ചേഴ്സ് വടി യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രിക്ട്ലി അവോയ്ഡ് ചെയ്തിരിക്കുന്നതാണല്ലോ ക്ലാസ്സിൽ വടി യൂസ് ചെയ്യാൻ പാടില്ലാന്ന്. ദെൻ ഇവർ കുട്ടികളല്ലേ, കുഞ്ഞു കുട്ടികളാകുമ്പോഴത്തേക്കിനും ചെറിയ കുസൃതികളൊക്കെ കാണിച്ചിരിക്കും, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊക്കെ കാണിച്ചാലും ടീച്ചേഴ്സ് പണിഷ്മെൻറ്റ് കൊടുത്തോട്ടെ. ദെൻ കയ്യിലടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ദെൻ ശരീരത്തിലൊക്കെ അടിക്കുന്നത് വളരെ ക്രൂവലായിട്ടുള്ള കാര്യമാണ്. കയ്യിലടിക്കുന്നതിന് കുഴപ്പമില്ല, കുസൃതികൾ കാണിച്ചാൽ. ഇത് ജസ്റ്റ് ഒരു റീസണും ഇല്ലാതെയാണ് തല്ലിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ നീരും വേദനയും ബുദ്ധിമുട്ട് പറഞ്ഞതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എല്ലാവരും പേടിച്ചിട്ടാണ് പറയാത്തത്. ക്ലാസ് മുഴുവനായിട്ട് അടിക്കാറുണ്ട്. ഇന്നിപ്പം 3 പേര് ശരീരത്തിൽ കാണത്തക്ക പാടുണ്ട്. ഞാൻ SFI മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. ഇന്നലെ രാവിലെ മല്ലപ്പള്ളിയിലെ ആനിക്കാട് സോഫിയ ഇൻ്റർനാഷണൽ എന്ന സ്കൂളിലെ പ്രഥമാധ്യാപക അകാരണമായി വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ഒരു നിലയുണ്ടായി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് SFI തുടർന്ന് ഉടൻ തന്നെ ആ ഒരു പ്രശ്നത്തിലേക്ക് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ ചെന്ന് സ്കൂളിനകത്തെ മേലധികാരികളുമായി ഈ കാര്യം ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രഥമ അധ്യാപകയെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നതിനകം തന്നെ ഒരു കാരണവുമില്ലാതെ കേവലം ചെറിയ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകേണ്ട പല കാര്യങ്ങളിലും ഒരു കാരണവുമില്ലാതെ ദൈനംദിനമായി ചുവലിൽ കൈകളിലെടുത്ത് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ഒരു സ്ഥിതിയാണ് ആ സ്കൂളിലുണ്ടായി പോകുന്നത്.